സ്റ്റാർ മാജിക്കിലെ ബിനു അടിമാലിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പം ബിനു അടിമാലിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. താരത്തിന്റെ ഭാഗത്തു നിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ ഇതാ പറയുകയാണ്. സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം ഒരു വീട്ടിൽ പോയി ബിനു അടിമാലി നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചും ഇപ്പോൾ വെട്ടി തുറന്ന് പറയുകയാണ്. ഞങ്ങൾ തമ്മിൽ ചേട്ടനനിയൻ ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി ആക്കിയത് പോലും ഞാൻ. ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി മരിച്ച സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴാവട്ടെ ചേട്ടൻ വീൽ ചെയറാണ് ഉപയോഗിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ സിമ്പതി കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന്. സുധിച്ചേട്ടൻ്റെ മരണശേഷം എന്നോട് ബിനുചേട്ടൻ പറഞ്ഞത് ഇതോടെ തൻ്റെ ഇമേജ് മാറണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ താൻ ചെയ്യണമെന്ന്. അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത്. അതുപോലെ മകേഷിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു. ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരാൾക്ക് തുടങ്ങിക്കൊടുത്തു. അത് ചേട്ടനോട് പറഞ്ഞില്ല എന്നതായിരുന്നു പ്രശ്നം. 3 വർഷം ബിനുചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ്. അതിനുശേഷം പിണങ്ങിപ്പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെ താൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി. പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് അവർക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഇതുകൂടാതെ ചേട്ടന് വലിയ ആളുകളെയും ഹൈക്കോടതി ജഡ്ജിമാരെയും ഒക്കെ പരിചയമുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ തന്നെ എന്നെ വച്ചേക്കില്ല എന്നായിരുന്നു ഭീഷണിയെന്ന് ഇപ്പോൾ ഈ യുവാവ് വെളിപ്പെടുത്തുകയാണ്. എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് പിടിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിന് പിടിച്ച് ചവിട്ടുകയായിരുന്നു. പിന്നെ അവിടെയുള്ള മറ്റു ആർട്ടിസ്റ്റുകൾ ഓടി വന്നാണ് ഡോർ തല്ലിപ്പൊളിച്ച് തന്നെ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം താൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും ഇപ്പോൾ ജിനേഷ് തന്റെ അനുഭവം പങ്കിട്ടിരിക്കുകയാണ്.